ആദ്യം പറയട്ടെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ. വാവ്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ തുടുപ്പ് റിസ്കോടെ ടാസ്ക് എടുത്ത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് കൊണ്ടുപോകുന്ന ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ആംബുലൻസ് ഡ്രൈവേഴ്സ്. ഹായ് ചേട്ടന്മാരെ. രഞ്ജിത്തേണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാൻ എന്നാ മടി? ടെൻഷൻ മാറാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നേക്കുന്നേ? ഒരു ഹായ് പറഞ്ഞ സൗണ്ട് ഒന്ന് കേക്കട്ടെ. ഇത്ര നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. പറ രഞ്ജിന്റെ സ്ഥലം എവിടെയാ? പത്തനംതിട്ട. നിങ്ങൾ മൂന്നുപേരും പത്തനംതിട്ടയാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ മൂന്നുപേരും, അതോ ഡ്രൈവേഴ്സ് ആയതിനു ശേഷം ഫ്രണ്ട്സ് ആയതാണോ? ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. പിന്നെ എല്ലാവരും അടുത്ത് തന്നെ ആംബുലൻസ് സർവീസ് നടന്നത് ആണ്. ഓക്കെ. അപ്പുറത്തിരിക്കുന്ന രണ്ടുപേരെ നമുക്ക് പ്രത്യേകം ഒന്നും സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ മുഖങ്ങൾ പരിചയമുണ്ടോ നോക്കിക്കേ. ജയേഷേട്ടനെയും അതുപോലെ തന്നെ ശരത്തേട്ടനെയും കണ്ടു പരിചയമുണ്ടോ? ആ രണ്ട് മുഖങ്ങളും ഈ അടുത്ത കാലത്ത് ന്യൂസിൽ നിറഞ്ഞു നിന്നതാണ്. കേരളം മൊത്തത്തില് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ. അവരെ രണ്ടുപേരും പറയുകയാണെങ്കിൽ നമ്മുടെ ആലിൻ കുഞ്ഞിന്റെ അവയവങ്ങളുമായിട്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വരെ എത്തിച്ച രണ്ടുപേരാണ്. ശരിക്കും പറഞ്ഞാൽ അഖിൽ പറഞ്ഞ കറക്റ്റ് ആണ് അല്ലെ? കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച പോലെ എന്നെ നിങ്ങളും സേഫ് ആയിട്ട് എത്തട്ടെ. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു വരെ വന്ന് ചേട്ടന് ഷെയ്ക്കാൻഡ് തന്നു അല്ലേ? ഇവരുടെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഹീറോയിക് ആണ്. അതെ, സൂപ്പർ ഹീറോസ് ആണ് സത്യം. സിനിമയിൽ കാണുന്നതിനെക്കാട്ടി വലിയ സൂപ്പർ ഹീറോസ് ആണ് തീർച്ചയായിട്ടും ആംബുലൻസ് ഡ്രൈവേഴ്സ്. ഇവര് ഇങ്ങനെ റോഡിൽ നമ്മളൊരു ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കും അല്ലേ? ആരാണോ എവിടേക്കാണോ പോകുന്നത് അവരെ ഒന്ന് രക്ഷിക്കണേ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഇവരെന്തുമാത്രം പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ ഇവർക്ക് എന്തുമാത്രം മാനസിക സമ്മർദ്ദമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റില്ല അല്ലേ? ശരിക്കും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ആണോ, എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാന്നുള്ളൊരു ഒരു കാര്യം മാത്രമല്ലേ മനസ്സിലുള്ളൂ അല്ലേ? ഈ പ്രഷർ, സ്ട്രെസ് അങ്ങനെയൊക്കെ ഉണ്ടാവോ ആ സമയത്ത്? എങ്ങനെയാണത്? ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളൊന്നും നോക്കൂല, സ്പീഡോമീറ്റർ എത്ര ചവിട്ടി കയറിയിട്ടുണ്ട് അത് നമ്മൾ നോക്കാറില്ല, മീറ്റർ നോക്കാറില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാറുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ പൊതുവെ നമ്മുടെ കേരളീയർ എങ്ങനെ ഇപ്പൊ റോഡിൽ വണ്ടി ഓടിക്കുന്നവരൊക്കെ നിങ്ങളോട് സഹകരിക്കുന്നത് എങ്ങനെയാണ്? വണ്ടിയൊക്കെ മാറ്റി തന്നിട്ട് മിക്ക ആൾക്കാരും നമുക്ക് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ എല്ലാവരും സൈഡാക്കാനും ഒക്കെ നല്ല. പിന്നെ നമ്മളന്ന് ഓർഗൻ കൊണ്ടുപോയ സമയത്ത് പോലീസുകാരും നാട്ടുകാരും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ട്രാഫിക്കുന്ന സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടി ആൾക്കാർ ആംബുലൻസിനൊന്ന് കെയർ ചെയ്യുന്നുണ്ട്, വണ്ടിയൊക്കെ മാറ്റി. ചിലരുണ്ട് ഈ ആംബുലൻസിന്റെ ബാക്കിൽ നിന്ന് പോകും. ആംബുലൻസ് പോകുമ്പോ അതിന്റെ ബാക്കിൽ നിന്ന് കുറെ പേരില്ലേ യൂഷ്വലി അല്ല, ആംബുലൻസിന് കിട്ടുന്ന സ്പേസ് ഇല്ലേ, ആ സ്പേസ് കവർ ചെയ്ത് അവർ എത്താൻ വേണ്ടി. ശരിക്കും അത് അപകടമാണ്. കാരണം ഇവര് പെട്ടെന്ന് വെട്ടിച്ചായിരിക്കും പോകുന്നത്. ആ കൂട്ടത്തിൽ ഇവര് പോകുമ്പോഴും അല്ലെ അങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ വരാൻ ചില സമയത്ത് വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ട്. ആണല്ലേ? ഞാനിങ്ങനെ റാൻഡം ആയിട്ട് കുറച്ച് കാലം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ CCTV പതിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ആംബുലൻസ് ചേട്ടൻ ആംബുലൻസ് ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ പറഞ്ഞ് ഒരു റോഡ് സൈഡിലുള്ള ഒരു കടയിൽ ചായ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചായ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുടിക്കണത് ഒരു ഫോൺ വന്ന് ആ ചായ അങ്ങ് വെച്ച് പുള്ളി പോകും. ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. അപ്പൊ ഞാൻ ആലോചിക്കും, നിങ്ങളൊന്ന് ആലോചിക്കും, സ്വസ്ഥമായിട്ട് നമ്മളൊരു ചായ കുടിക്കാനാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്യൂട്ടി ടൈം പോലെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നല്ലേ? എപ്പോ വിളി വരുന്നോ അപ്പം അങ്ങനെയാണോ? അല്ല, ഡ്യൂട്ടി ടൈം ഉണ്ട്. ലീവ് എടുത്ത് പോയാൽ പിന്നെ വിളിക്കില്ല. ഓക്കെ. അല്ലെങ്കിൽ നമ്മള് ഓൺ കോൾ വിളിക്കും. അലേർട്ട് ആയിരിക്കണം. അപ്പൊ കറക്റ്റ് സമയത്ത് ഒരു ഭക്ഷണം പോലും ചിലപ്പോ കഴിക്കായിരിക്കുമ്പോഴാ കോള് വരുന്നതെന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോകാനുള്ളതൊന്നുമില്ല. അപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്താതെ. ഒരുപാട് ടെൻഷൻ എടുത്ത് ചെയ്യുന്ന ഒരു റിസ്ക് എടുത്തും ടെൻഷൻ എടുത്തും ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഇന്ന് ലീവല്ലേ? ഇന്ന് നമ്മള് ഹാപ്പി. അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുക്കാം. നമ്മുടെ ചേട്ടന്മാര് ഇന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷത്തോടെ നമ്മുടെ കൂടെ ഉണ്ടാവും.